നമസ്കാരം, ധനസ് പി എസ് ടിപ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തിക എഴുതുന്നവർക്ക് വേണ്ടിയുള്ള സയൻസ് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക്. പഴയീച്ച എന്നറിയപ്പെടുന്നത് ആരാണ്? പഴയീച്ച എന്ന് പറയുന്നത് എന്താണ്? പഴയീച്ചയാണ് ഡ്രോസോഫില. ഡ്രോസോഫില മെലനോഗാസ്റ്റർ. പഴയീച്ചയാണ് ഡ്രോസോഫില. ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്നത്. ഡ്രോസോഫില മെലനോഗാസ്റ്റർ. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. നമ്മുടെ ചെവിയിൽ 3 തരം അസ്ഥികളുണ്ട്: മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. അതിൽ ഏറ്റവും ചെറുതാണേത്? സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. നെക്സ്റ്റ് വൺ, ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ നവംബർ 14. നവംബർ 14. നെക്സ്റ്റ് വൺ, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വിറ്റമിൻ ഏതാണ്? നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വിറ്റമിൻ്റെ പേരെന്താണ്? ആൻസർ വിറ്റമിൻ സി ആണ്. വിറ്റമിൻ സി ആണ്. വിറ്റമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. വിറ്റമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി എന്ന് പറയുന്നു. വിറ്റമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. വിറ്റമിൻ ഡിയുടെ അഭാവത്തിലുള്ള അസുഖം എന്താണ്? വിറ്റമിൻ ഡി അഭാവത്തിലുണ്ടാകുന്ന അസുഖം എന്താണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയാം. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. അടുത്ത ചോദ്യം, STPയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം എത്രയാണ്? STPയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ. 22.4 ലിറ്ററാണ് STPയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം. കപട സംക്രമണ മൂലകം ഏതാണ്? കപട സംക്രമണ മൂലകം ഏതാണ്? ആൻസർ സിങ്ക്. സിങ്ക് ആണ് കപട സംക്രമണ മൂലകം. നെക്സ്റ്റ് വൺ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ആണ്. അടുത്ത ചോദ്യം, താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? ആൻസർ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നാണ് പേര്. ഗർഭകാലത്ത് മാത്രം കാണുന്ന ഹോർമോണാണ് ഹ്യൂമൻ കോറിയോണിക്. കോറിയോണിക് CH ആണ് കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്നത്. തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണെന്ത്? തൈറോക്സിൻ എന്ന് പറയുക. ഓക്കെ. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഒക്കെ സ്ത്രീ ശരീരത്തിലും കാണപ്പെടുന്ന ഹോർമോണുകളാണ്. അതായത് ഗർഭകാലമല്ല, നമ്മുടെ റീപ്രൊഡക്റ്റീവ് പ്രത്യുൽപാദന അവയവവുമായി ബന്ധപ്പെട്ട ഹോർമോൺസാണ് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഒക്കെ പറയുന്നത്. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും പ്രത്യുൽപാദന അവയവവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളാണ്. ഓക്കെ. ഗർഭകാലത്ത് മാത്രം കാണുന്നതാണ് ഇത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, ജലദോഷത്തിന് കോമൺ കോൾഡ് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കോമൺ കോൾഡ് കാരണമാകുന്ന രോഗകാരി ഏതാണ്? റെനോ വൈറസ്. ഓക്കെ. റെനോ വൈറസ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? റെനോ വൈറസ്. കോമൺ കോൾഡ് റെനോ വൈറസ് അല്ലേ. HIV വൈറസ് ഏതിൻ്റെയാണ്? എയ്ഡ്സിൻ്റെയാണ്. HIV വൈറസ് എയ്ഡ്സിന് കാരണമാകുന്ന രോഗകാരിയാണെന്ന് HIV വൈറസ് എന്ന് പറയുക. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന രോഗമാണെന്ന് HIV വൈറസ് അല്ലേ.
ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. എയ്ഡ്സ് ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ്. എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ് എയ്ഡ്സ് ബാധിക്കുക. അങ്ങനെയാണെങ്കിൽ എലീസ ടെസ്റ്റ് എന്താണ്? എയ്ഡ്സ് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രാഥമിക പരിശോധനയാണെന്ത്? എലീസ ടെസ്റ്റ്. എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രാഥമിക ടെസ്റ്റാണെന്ത്? എലീസ ടെസ്റ്റ് അല്ലേ? അപ്പോൾ സ്ഥിരീകരിക്കാനോ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് ആണോ എന്നറിയാനുള്ള പ്രാഥമിക പരിശോധന എന്താണ്? എലീസ ടെസ്റ്റ്. ഉറപ്പാക്കുന്ന എവിടെയാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിലാണ്. റെനോ വൈറസ് ജലദോഷം, HIV വൈറസ് എയ്ഡ്സിനുള്ളതാണ് ഇല്ലേ? HIV വൈറസ് എയ്ഡ്സിനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ അല്ലേ? സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ആണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? തൊണ്ടക്കാറൽ. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ തൊണ്ടക്കാറലിന് ഉള്ള അതിന് കാരണമാകുന്ന ബാക്ടീരിയ. തൊണ്ടക്കാറലിന് കാരണമാകുന്ന ബാക്ടീരിയ ആണിത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയാം. തൊണ്ടക്കാറലിന് കാരണമാകുന്ന ബാക്ടീരിയ ആണിത് സ്ട്രെപ്റ്റോകോക്കസ്. ഓക്കെ, ബാക്ടീരിയ ഫേഗ് വേറെയാണിത്. ജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പിന്നീട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ പറയുന്നവയിൽ ഏതാണ്? യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലം ആൻസർ ഗൗട്ടാണ്. ഗൗട്ട്. നെക്സ്റ്റ് ചോദ്യം. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആൻസർ ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോ. മലേറിയ രോഗം പരത്തുന്നതാണ് ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോ. അപ്പോൾ ഈഡിസ് കൊതുകുകളോ, ഈഡിസ് ഈജിപ്റ്റി പോലുള്ള കൊതുക് എന്താണ്? ഈഡിസ് ഈജിപ്റ്റി എന്ന് പറയുമ്പോൾ ഈഡിസ് കൊതുകുകൾ എന്താണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പനി എന്നിവയ്ക്ക് കാരണം എന്താണ്? ഈ ഈഡിസ് കൊതുകുകളാണ്. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി എന്നിവ. ക്യൂലെക്സ് പെൺകൊതുക് എന്തിന് കാരണമാകുന്നു? ക്യൂലെക്സ് പെൺകൊതുക് അല്ലേ? ഫീമെയിൽ ക്യൂലെക്സ് പെൺകൊതുകുകൾ മന്തിന് കാരണമാകുന്നവയാണ് ക്യൂലെക്സ് പെൺകൊതുകുകൾ. ഓക്കെ, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ഫീമെയിൽ അനാഫിലിസ് കൊതുകുകൾ. ഫീമെയിൽ ക്യൂലെക്സ് കൊതുകോ മന്ത് രോഗം. ഈഡിസ് കൊതുക് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനിയുണ്ട്, മഞ്ഞപ്പനിയുണ്ട്, ചിക്കൻ ഗുനിയയും ഉണ്ട്. അടുത്ത ചോദ്യം. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനനില നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനനില നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മസ്തിഷ്ക ഭാഗത്തിൻ്റെ പേരാണ് സെറിബെല്ലം എന്നാണ്. പേശികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, തുലനാവസ്ഥ നിലനിർത്തുന്നു. സെറിബെല്ലം എന്നാണ്. സെറിബെല്ലം അല്ലേ? മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന് നിരവധി ഭാഗങ്ങളുണ്ട്, അതിലൊന്നാണെന്ത്? സെറിബെല്ലം. മസ്തിഷ്കത്തിന് നിരവധി ഭാഗങ്ങൾ ഏതൊക്കെയുണ്ട് അറിയാം. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോംഗേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് അതിനകത്ത് അത്രയുമാണെന്ത്? മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രധാന ഭാഗങ്ങൾ. മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? അതിനകത്ത് ഒന്ന് എന്ത് പറയാം? സെറിബ്രം. ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറയാം. ഏറ്റവും നമ്മുടെ തലച്ചോറിലെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറയാം. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറയില്ല. ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണെന്ത്? അല്ലേ? സെറിബ്രം ഇങ്ങനെ പറയാം. ശരിക്കും ഇത്രയും ഭാഗമാണെന്ത്? സെറിബ്രം. ഏറ്റവും വലിയ ഭാഗമാണ് നമ്മുടെ ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മകൾ എല്ലാം എന്താണ്? അതിനെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം എന്ന് പറയുക.
തലയ്ക്ക് ക്ഷതമേറ്റ ഒരാളുടെ സംസാരശേഷി തകരാറിലാവാൻ കാരണം എന്തായിരിക്കും? അവരുടെ സെറിബ്രത്തിനാണ് കേടുപറ്റുക അല്ലേ? കാരണം സെറിബ്രം കൺട്രോൾ ചെയ്യുന്ന എന്തിനെയൊക്കെയാണ്? ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം എന്നിവയാണ്. അപ്പോൾ അടിയേറ്റാൽ സെറിബ്രത്തിന് കേടുപെടുന്നു. അപ്പോൾ സംസാരശേഷിയും നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ സെറിബ്രം അതാണ് അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തികളെ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ആര്? ഈ സെറിബ്രം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ, നമ്മുടെ ഇഷ്ടമല്ലാതെ നടക്കുന്നവയുണ്ടല്ലോ, നമ്മൾ കൺട്രോൾ ചെയ്യാത്തവയൊക്കെ ഉണ്ട്, അതാണ് അനൈച്ഛികം. അവ നിയന്ത്രിക്കുന്ന ആരാണ്? അങ്ങനെയുള്ള അതിൻ്റെ മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ്. ഈ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുക അല്ലേ? ഇത്രയും ആണെങ്കിൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ഈ ഭാഗമാണ്, ഇവിടെ ആണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ അല്ലേ? അപ്പോൾ ഇവിടെ തലാമസ് ശരിക്കും എന്താണ്? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണെന്ത്? തലാമസ്. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ, വേദന എടുക്കുക, പാരസെറ്റമോൾ കഴിക്കുകയാണെങ്കിൽ അല്ലേ, അതെങ്ങോട്ട് പ്രവർത്തിക്കുന്നു? തലാമസ് പ്രവർത്തിക്കുന്നു അല്ലേ? അപ്പോഴാണ് വേദന കുറയുക. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, വേദന ഭാഗമാണെന്ത്? തലാമസ്. തലാമസ് വേദന സംഹാരികൾ അല്ലേ? എന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്ക് ഈ അവയവങ്ങൾ പോകണ്ട, അത് തടഞ്ഞു വെക്കുന്ന ആരാണ്? തലാമസ് അല്ലേ? നേരത്തെ ഒന്ന് ഞാൻ പറഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു, തലാമസ് ആവേഗങ്ങളില്ലേ, ഇന്ന് പിച്ചുമ്പോൾ ആവേഗം ഇങ്ങോട്ട് പോകും, തലച്ചോറിപ്പോയി ഇല്ലേ, നമ്മുടെ എന്താ പറയുക സെറിബ്രത്തിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ ഉണർത്തിക്കൊണ്ടിരുന്ന് നമ്മളിതൊക്കെ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് കാരണക്കാരൻ ആരാണ്? തലാമസാണ്. അപ്പോൾ സെറിബ്രത്തിലേക്ക് അല്ലേ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന വ്യക്തി ആരാണ്? തടഞ്ഞു വയ്ക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസാണ്. മനസ്സിലായല്ലോ? തലാമസിൻ്റെ ഇമ്പോർട്ടൻ്റായ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ഏതാണ്? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണെന്ത്? തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള, ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ അല്ലേ, അവരെ പോകണ്ട, അവർ തടയുന്ന ആരാണ്? തലാമസ് തന്നെയാണ്. ഓക്കെ, ഇനി സെറിബെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞു, പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു, ശരീരത്തിലൊരാവസ്ഥ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സെറിബെല്ലമാണ് അല്ലേ? പറഞ്ഞല്ലോ, ഇത് രണ്ടും അതാണ്. അപ്പോൾ ലിറ്റിൽ ബ്രെയിൻ എന്നാണ് എന്ത് പറയുക? സെറിബെല്ലത്തെ പറയുന്നത്. അതുപോലെ മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അനൈച്ഛിക പ്രവർത്തനങ്ങളെ തടയുന്നവരാണെന്ത്? മസ്തിഷ്ക ഭാഗമാണ് അല്ലേ? മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അതുപോലെ ഛർദിയും തുമ്മലും ചുമയൊക്കെ നമ്മൾ പറഞ്ഞ് നിൽക്കുമോ? ഛർദ്ദിക്കാൻ വരുന്നു, നിൽക്കണമെന്ന് പറഞ്ഞ് നിൽക്കത്തില്ല, അത് ഛർദ്ദിക്കും, തുമ്മും, ചുമയ്ക്കും. അപ്പോൾ അതുപോലൊക്കെ തന്നെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ഇവിടെയൊക്കെ വരണം. ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഛർദി, ചുമയ്ക്കുക, തുമ്മുക, ഇതിനെല്ലാം എന്താണ്? ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഓക്കെ, ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയ്ക്ക് അതൊരു ക്ഷതമേറ്റോ, തട്ട് കൊടുത്താൽ അല്ലേ, ആള് വടിയാവും, പെട്ടെന്ന് മരിക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അത്രയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗം അല്ലേ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം സെറിബെല്ലമാണ്, ആ തുലനാവസ്ഥ. ഓക്കെ, അതറിയാമല്ലോ. നെക്സ്റ്റ് ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യശരീരത്തിലെ അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ കരളാണ്. ആൻസർ കരൾ. ആൻസർ ഏതാണ്? കരൾ. ഹെപ്പറ്റൈറ്റിസ് ബി ബാധിക്കുന്ന മനുഷ്യശരീരത്തിലെ പ്രധാന അവയവം ഏതാണ്? കരളാണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, മലേറിയ, ഹൃദയാഘാതം എന്നിവയുണ്ട്. ഉത്തരം ഏതാണ്? മലേറിയയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. മലേറിയ ഉണ്ടാക്കുന്ന ജീവി ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലേ? പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന പ്രൊട്ടോസോവയാണ് മലേറിയ എന്ന് ഉണ്ടാക്കുക. പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന ജീവി അല്ലേ? പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം
ഫാൽസിപ്പാരം ഉണ്ട്. ഇതെല്ലാം മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം. ഓക്കെ, അതിന് മറ്റൊരു പേര് മലമ്പനി എന്നും പറയാറുണ്ട്. പ്ലാസ്മോഡിയം മലമ്പനി അല്ലെങ്കിൽ മലേറിയ രണ്ടും പറയാറുണ്ട്. രണ്ടും ചോദിച്ചാൽ ഉത്തരം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. മലമ്പനിയും മലേറിയയും ഒന്ന് തന്നെയാണ്. ഓക്കെ, രണ്ടിൻ്റെയും രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം ആണെന്ന് ഓർത്ത് വെക്കുക. പ്ലാസ്മോഡിയം. ഓക്കെ, പി എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി, പ്ലാസ്മോഡിയം. ഇനിയും നെക്സ്റ്റ്, വൈറ്റമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ബെറിബറി. B1 ബെറിബറി അല്ലേ. സ്കർവി ഏതാണ്? വിറ്റമിൻ സി ആണ്. വന്ധ്യത വൈറ്റമിൻ ഇയുടെ അഭാവത്തിലാണ്. അറിയാമല്ലോ, എപ്പോഴും പറയുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏതാണ്? മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏതാണ്? ആൻസർ എന്താണ്? Na2O ആസിഡിക്. Na2 ആസിഡിക് ആണ് തെറ്റായ സ്വഭാവം. MgO ബേസിക് ആണ്. Al2O3 ആംഫോട്ടറിക് ആണ്. ZnO ആംഫോട്ടറിക് ആണ്. ഓക്കെ, ഇതാണ് ഉത്തരം. അപ്പോൾ ശരി പ്രസ്താവന. മെറ്റൽ ഓക്സൈഡ് ഏതൊക്കെയാണ്? MgO ബേസിക്, Al2O3 ആംഫോട്ടറിക്, ZnO ആംഫോട്ടറിക്. ശരിക്കും ഒന്ന് പഠിച്ചു വെച്ചു. ഇത് തന്നെ വേണം വീണ്ടും ചോദിക്കുക. MgO ബേസിക്, ബേസിക് അല്ലേ, ബേസിക് ആണ്. Al2O3 ആംഫോട്ടറിക് ആണ്. ZnO ആംഫോട്ടറിക് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം എന്താണ്? ഉത്തരം, മൂലകങ്ങൾക്ക് ഐസോട്രോപ്പുകൾ ഉണ്ട്. നെക്സ്റ്റ് ചോദ്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കപ്പ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ ആണ്. ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ ആണ് ഓറൽ കപ്പ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം. അടുത്ത ചോദ്യം, ബീറ്റ് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം എന്താണ്? വിറ്റമിൻ എയുടെ കുറവാണ് ബീറ്റ് സ്പോട്ട് ഉണ്ടാകാനുള്ള കാരണം. വിറ്റമിൻ എയുടെ കുറവാണ് ബൈറ്റോഡ് സ്പോട്ട് എന്ന് പറഞ്ഞ് ശീലിച്ചു. ഓക്കെ, ബൈറ്റോഡ് സ്പോട്ടാണ് അല്ലേ. ബൈറ്റോഡ് സ്പോട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? വിറ്റമിൻ എയുടെ കുറവ്. ഓക്കെ, AB എന്ന് പഠിച്ചു നോക്കാം അല്ലേ. ബൈറ്റോഡ് സ്പോട്ട് ഉണ്ടാകുന്നത് വിറ്റമിൻ എയുടെ കുറവ്. നെക്സ്റ്റ് ചോദ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിക്ക് പറയുന്ന പേരെന്താണ്? വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതികൾക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ, ആശ്വാസ കിരണം. നെക്സ്റ്റ് വൺ, ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ, ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത അളക്കുവാൻ ഹൈഗ്രോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണം എത്രയാണ്? ആൻസർ, 0. താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? Fe 5626 എന്നാണ്. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ് വരിക? ആൻസർ 30 അല്ലേ, 30. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, 30. അടുത്ത ചോദ്യം, വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ രോഗനിർണയ മാർഗമാണ്? ആൻസർ, ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗത്തിൻ്റെ രോഗനിർണയ മാർഗമാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയത്തിൻ്റെ മാർഗമാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. എയ്ഡ്സിൻ്റെ നമുക്കറിയാം ഏതായിരുന്നു? എയ്ഡ്സിൻ്റെ ഫസ്റ്റ് വരുന്നത് എലീസ ടെസ്റ്റ്. രോഗം സ്ഥിരീകരിക്കാനുള്ളത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ സി, അതിൽ പ്രോട്ടീൻ ഇല്ല.
ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോട്ടീനാണ്. അതിൽ ഹീം എന്ന പാർട്ടുമുണ്ട്, അതുപോലെ ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ, ഹീം എന്ന അയൺ കണ്ടൻറ്റ് അടങ്ങിയ പാർട്ടും ഗ്ലോബിൻ എന്ന പ്രോട്ടീനുമാണ് അടങ്ങിയിട്ടുള്ളത്. ഹീം പ്ലസ് ഗ്ലോബിനാണ് ഹീമോഗ്ലോബിൻ. അതിൽ അയൺ ഉണ്ട്, ഹീം പാർട്ടിലാണ് അയൺ അടങ്ങിയിട്ടുള്ളത്. ഇനി ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ കടത്തിവിടുന്ന ആരാണ്? ഈ ഹീമോഗ്ലോബിൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ വരുന്നുണ്ട്. ഈ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ ബ്ലഡുണ്ട്, അതിനകത്ത് ചുവന്ന രക്താണുക്കളുണ്ട്, RBC ഉണ്ട്. RBCയിലുള്ള ആണെന്ത് ആ ഒരു നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. ചുവന്ന നിറത്തിൽ കൊടുക്കുന്നതാണ്, അതാണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിനാണെന്ത്? RBCയിലാണ് അപ്പോൾ ഹീമോഗ്ലോബിൻ കാണപ്പെടുക. ആ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ശ്വസിക്കുമ്പോൾ ഉള്ള ആ ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സി ഹീമോഗ്ലോബിനായിട്ടത് മാറുന്നു. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് എന്ത് ചെയ്യുക? രക്തക്കുഴൽ വഴി അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് വേണ്ടത് എവിടെയാണോ, ഓക്സിജൻ എവിടെയാണോ, ഏത് കോശങ്ങൾക്കാണോ വേണ്ടത്, ഏത് കോശങ്ങൾക്കാണോ ഓക്സിജൻ വേണ്ടത് അവിടെ കൊണ്ട് ഈ ഹീമോഗ്ലോബിനാണ് കൊണ്ട് എത്തിക്കുക. എങ്ങനെ എത്തിക്കുന്നു? ഓക്സി ഹീമോഗ്ലോബിനായിട്ടത് സഞ്ചരിച്ച് പോവുക. അവിടെ ചെല്ലുമ്പോൾ അത് ഓക്സിജൻ അവിടെ കൊടുത്തിട്ട് ഡിയോക്സി ഹീമോഗ്ലോബിനായി തിരികെ പോരുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കൂടി ആർക്കുണ്ട്? ഹീമോഗ്ലോബിന് ഉണ്ട്. ഓക്കെ, അതാണ് ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. ശ്വസനവാതകം എന്ന് പറയുമ്പോൾ ഓക്സിജനും ഉണ്ട്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. തിരികെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ അത് വഹിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ എന്ന് പറയുക. നമ്മൾക്കറിയാം പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളുടെ പേരാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ആമാശയത്തിൽ, അതായത് ആഗ്നേയഗ്രന്ഥി അടുത്തായിട്ട് വരുന്നുണ്ട്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളുടെ പേരാണെന്ത്? ഇൻസുലിനും ഗ്ലൂക്കഗോണും അല്ലേ? ഇവ രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുക? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തി പോരുക. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഏത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉള്ളത്. തൈറോക്സിൻ എവിടുന്ന വരിക? തൈറോയ്ഡ് ഗ്രന്ഥി. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ അടിസ്ഥാന അളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സമയം. ഒരു വസ്തു അതിൻ്റെ തുലനാവസ്ഥയിൽ ഉള്ള ആകെ ബലം എന്താണ്? 0. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരം അല്ലാത്തത് ഏതാണ്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഡയമണ്ട് എന്നിവ കാർബണിൻ്റെ രൂപാന്തരം ആണ്. നെക്സ്റ്റ്, അക്വാറീഷ്യ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അക്വാറീഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം കൂടി, ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 7. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് അടുത്ത വീഡിയോ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇടാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.